ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിൽ 10ാമത്തെ ചാപ്റ്ററാണ് സുരക്ഷ ഭക്ഷണത്തിലും. ഇത് ലാസ്റ്റ് ചാപ്റ്ററാണ് 7ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, മണിക്കുട്ടി പക്ഷിയോട് പറയുന്നത് എന്താ നോക്കാം. ഈ മാമ്പഴക്കാലം തീരാറായി. ഇനി നിങ്ങൾക്കൊക്കെ മാങ്ങ ലഭിക്കണമെങ്കിൽ അടുത്ത മാമ്പഴക്കാലം വരണം. എനിക്ക് അങ്ങനെയല്ലല്ലോ. എൻ്റെ വീട്ടിൽ എപ്പോഴും മാങ്ങയച്ചാറും ഉപ്പുമാങ്ങയും ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം മാങ്ങയൊക്കെ ഉണ്ടാകുന്നത് ഓരോ സീസൺ അനുസരിച്ചാണല്ലേ. അപ്പോൾ നമുക്കറിയാം വേനൽക്കാലമൊക്കെ അടുപ്പിച്ചാണ് മാങ്ങയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആയിരുന്നു. അപ്പോൾ മാങ്ങയൊക്കെ കുറഞ്ഞു വരാറായി അല്ലേ. അപ്പോൾ എല്ലാ കാലത്തും മാങ്ങ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ഉപ്പിലിട്ട് വെക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉണക്കി സൂക്ഷിക്കാറുണ്ട്. നോക്കിക്കേ, മാങ്ങ വിശേഷങ്ങൾ. പഴങ്ങളുടെ രാജാവാണ് മാങ്ങ. രുചിയേറിയ എത്ര തരം മാങ്ങകളാണ് നമുക്ക് ലഭിക്കുന്നത്? ഒരു തരമല്ല, പലതരത്തിലെ മാങ്ങകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലേ, കഴിക്കാറുമുണ്ട്. നാരുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് മാങ്ങ. കണ്ണ്, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് മാങ്ങ ഗുണകരമാണ്. മാങ്ങയുടെ ഉപയോഗം രോഗപ്രതിരോധ ശേഷി കൂട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാങ്ങ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണ്? ഉണക്കിയോ അല്ലെങ്കിൽ ഉപ്പിലിട്ടോ ഒക്കെയാണ്. പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ഭക്ഷണ വസ്തുക്കളും നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം. കേടുവരാതെ, നോക്കിക്കേ, ഇവിടെ ചില ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? നെല്ലിക്ക ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങായും ഉപ്പുവെള്ളത്തിലാണ്. ചെറി പഞ്ചസാര ലായനിയിലാണ്. മുന്തിരി ഉണക്കിയാണ് സൂക്ഷിച്ചേക്കുന്നത്. അതുപോലെ തന്നെ മുളക് കൊണ്ടാട്ടം, പിന്നെ വറ്റൽ മുളക്. അപ്പോൾ ചെറുപ്പഴവും നെല്ലിക്കയും സൂക്ഷിച്ചിരിക്കുന്നത് ഒരേ ലായനിയിലാണോ? അല്ല, ചെറുപ്പഴം സൂക്ഷിച്ചിട്ടുള്ളത് പഞ്ചസാര ലായനിയിലാണ്. നെല്ലിക്ക സൂക്ഷിച്ചിട്ടുള്ളത് എവിടെയാണ്? ഉപ്പു ലായനിയിലാണ് അല്ലേ. അപ്പോൾ മുകളിൽ കൊടുത്തവ കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ്? നമുക്കറിയാം, ഒന്ന് ഉപ്പുവെള്ളത്തിലുണ്ട്, പിന്നീട് എങ്ങനെയാണ്? ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്, പഞ്ചസാര ലായനിയിലും സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കേടുവരാതെ ഇരിക്കാൻ സ്വീകരിച്ച രീതികൾ പലതരത്തിലാണ് അല്ലേ. എങ്ങനെയാണ്? ഉപ്പുവെള്ളത്തിലുണ്ട്, പഞ്ചസാര ലായനിയിലുണ്ട്, പിന്നീട് ഉണക്കിയും സൂക്ഷിച്ചിട്ടുണ്ട്. ഉണക്കിയാൽ, ചാക്കിൽ കെട്ടിവെച്ച അരിയിൽ അല്പം വെള്ളം വീഴാൻ ഇടയായാൽ എന്ത് സംഭവിക്കും? അരി കേടുവരും അല്ലേ. എന്തുകൊണ്ടാണ്? നനവ് പറ്റിയ അരി കേടുവരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉണക്കി സൂക്ഷിക്കണം. അത് ഉണക്കി സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ ഈർപ്പം ഇരുന്ന് അത് ചീത്തയാകും. അവിടെ ഫംഗസ് ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ നന്നായി ഉണക്കി വെച്ച ചില ഭക്ഷണ വസ്തുക്കൾ കേടുവരാതിരിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലുമാണ് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ഉണക്കി വെക്കണം. ഓക്കെ, നോക്കിക്കേ, ഉപ്പിലിട്ടാൽ, ഉപ്പ് ഉപയോഗിച്ച് പല ഭക്ഷ്യവസ്തുക്കളും കേടുകൂടാതെ നാം സൂക്ഷിക്കാറുണ്ടല്ലോ. നമുക്ക് അത് ഓർമ്മ വരുന്ന ഏതാണ്? ഉണക്കമീൻ അല്ലേ. ഉണക്കമീൻ അങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത്. നമ്മൾ പച്ചമീന് ഉപ്പ് തേച്ച് ഉണക്കി അത് കുറേ നാൾ നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാത്തത്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ ഇരിക്കുന്നതെന്ന്. നോക്കിക്കേ, 2 ബീക്കറുകൾ എടുത്ത് അതിൽ ഒന്നിൽ എന്ത് ചെയ്യണം? ശുദ്ധജലവും അതുപോലെ തന്നെ മറ്റേതിൽ ഉപ്പിന്റെ ഗാഢലായനിയും നിറയ്ക്കണം. എന്നിട്ട് 2 ചേമ്പില തണ്ടോടെ എടുത്ത് ഓരോ ബീക്കറിലും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണാൻ സാധിക്കുന്നത്? ശുദ്ധജലം ഒഴിച്ചു വെച്ച ബീക്കറിൽ ചേമ്പില നല്ല ഉഷാറോടെ ഇരിക്കുന്ന കാണാം. മറ്റേതെന്ത് ചെയ്യും? ഉപ്പുലായനിയിലെ ചേമ്പില വാടിപ്പോയേക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഉപ്പുലായനിയിലുള്ള ബീക്കറിലെ ചേമ്പിലേക്ക് എന്താ സംഭവിച്ചത്? അതിന്റെ മാറ്റത്തിന് എന്താ കാരണം നമുക്ക് നോക്കാം. നോക്കിക്കേ, ഉപ്പുവെള്ളത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? ചേമ്പിൻ തണ്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ടപ്പോൾ വാടിപ്പോയില്ലേ, അത് എന്തുകൊണ്ടാണെന്നും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപ്പിലോ അല്ലെങ്കിൽ പഞ്ചസാരയിലോ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ മനസ്സിലാക്കാൻ പോകുന്നത്. നോക്കിക്കേ, ചേമ്പിൻ തണ്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്ന് ജലം എങ്ങോട്ട് പോകുന്നുണ്ട്? ഉപ്പുവെള്ളത്തിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. ഇതുമൂലം ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചുരുങ്ങുകയും തണ്ട് വാടുകയും ചെയ്യുന്നു. ഭക്ഷണ സാധനങ്ങൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ അവയിൽ നിന്ന് മാത്രമല്ല, പിന്നെ ഇവിടെ നിന്നാണ്? അതോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്ന് പോലും ജലാംശം ഉപ്പ് വലിച്ചെടുക്കും. കോശദ്രവ്യത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? നശിച്ചു പോകുന്നുണ്ട്. ഇതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുമ്പോഴും സംഭവിക്കുന്നത്. ഇക്കാരണത്താലാണ് ഉപ്പിന്റെയും പഞ്ചസാരയുടെയും ഗാഢലായനികളിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്,
ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച കണ്ണിമാങ്ങ ചുരുങ്ങുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഈ പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാൻ നമ്മൾ എവിടെ സൂക്ഷിക്കാറുണ്ട്? റെഫ്രിജറേറ്ററിൽ വെക്കാറുണ്ട് അല്ലേ? അതായത് ഫ്രിഡ്ജിൽ. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവ കേടുവരാതിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തെടുത്ത് വെച്ചാൽ എന്ത് ചെയ്യും? സൂക്ഷ്മജീവികൾ വീണ്ടും എന്താകും? ആക്റ്റീവ് ആകും അല്ലേ? സൂക്ഷ്മജീവികൾ വീണ്ടും പ്രവർത്തന നിരതമാവും. അതിന്റെ ഫലമായി ആഹാരവസ്തുക്കൾ കേടാവുകയും ചെയ്യും. നോക്കിക്കേ, കേടുവരുന്നതെങ്ങനെ? ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ ജീർണിക്കുന്നത്. കൂടിയ താപനിലയിൽ ഒട്ടുമിക്ക സൂക്ഷ്മജീവികളും നശിച്ചു പോകും. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതമാവും. ഓക്കെ, നമ്മൾ കണ്ടായിരുന്നു ചേമ്പിൻ തണ്ട് നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ചേമ്പിൻ തണ്ട് വാടിപ്പോകുന്നത് അല്ലേ? എന്തുകൊണ്ടാന്ന് നോക്കിക്കേ, ഗാഢത കുറഞ്ഞ ലായനിയും ഗാഢത കൂടിയ ലായനിയും തമ്മിൽ ഒരു അർദ്ധധാര്യ സ്തരത്തിന്റെ, അതായത് അർദ്ധധാര്യ സ്തരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ധാന്യങ്ങൾ, പഴങ്ങൾ തുടങ്ങിയവയുടെ പുറംതൊലിയാണ്. അപ്പോൾ അർദ്ധധാര്യ സ്തരത്തിന്റെ വേർതിരിവാണ് ഉള്ളതെങ്കിൽ ലായകം ഈ അർദ്ധധാര്യ സ്തരത്തിലൂടെ ഗാഢത കുറഞ്ഞ ലായനിയിൽ നിന്ന് ഗാഢത കൂടിയ ലായനിയിലേക്ക് ഒഴുകുന്നു. ഈ പ്രതിഭാസമാണ് ഓസ്മോസിസ്. അപ്പോൾ അവിടെ എന്താണ്? ചേമ്പിൻ തണ്ട് എങ്ങനെയാണ്? ചേമ്പിൻ തണ്ടിന്റെ കോശാംഗത്തിൽ എന്താണ്? ഗാഢത കുറഞ്ഞ ലായനിയാണുള്ളത്. അത് എങ്ങോട്ട് ഒഴുകുന്നുണ്ട്? ഗാഢത കൂടിയ ഉപ്പ് ലായനിയിലേക്ക് ഒഴുകുകയാണ് ചെയ്തത്. ഇനി ഇവിടെ നോക്കിക്കേ, കണ്ണിമാങ്ങ ഉപ്പിലിടുമ്പോൾ ഉപ്പുലായനിക്ക് കണ്ണിമാങ്ങയുടെ ഉള്ളിലുള്ള ലായനിയേക്കാൾ, അതായത് കണ്ണിമാങ്ങയുടെ ഉള്ളിലുള്ള ലായനി എന്ന് പറയുന്നത് എന്താണ്? കോശദ്രവ്യമാണ് അല്ലെ? കോശദ്രവ്യമാണ്. അതിനെന്താണ്? ഗാഢത കുറവാണ്. അപ്പോൾ ഗാഢത കൂടിയത് എന്താണ്? ഉപ്പുവെള്ളമാണ് അല്ലേ? അപ്പോൾ കണ്ണിമാങ്ങ ഉപ്പിലിടുമ്പോൾ ഉപ്പുലായനിക്ക് കണ്ണിമാങ്ങയുടെ ഉള്ളിലുള്ള ലായനിയേക്കാൾ ഗാഢത കൂടുതലാണ്. അതുകൊണ്ട് കണ്ണിമാങ്ങയിൽ നിന്ന് ലായകമായ ജലം ഉപ്പുജലത്തിലേക്ക് ഒഴുകുന്നു. തന്മൂലം കണ്ണിമാങ്ങ ചുരുങ്ങുന്നതായി കാണാം. രണ്ട് ലായകങ്ങളുടെയും ഗാഢത തുല്യമായാൽ ഈ ഒഴുക്ക് നിലയ്ക്കുന്നു. ചെടികൾ മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് ഈ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, നോക്കിക്കേ, ഗാഢത കൂടിയ ഉപ്പുലായനിയിൽ വെച്ച ചെടിക്ക് വെള്ളം വലിച്ചെടുക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ മേൽ പറഞ്ഞ പ്രതിഭാസവുമായി ബന്ധപ്പെടുത്തി ഒരു എക്സ്പെരിമെന്റ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഓസ്മോസിസ് തെളിയിക്കുന്നതിനുള്ള ഒരു പരീക്ഷണം. നമുക്കിത് വായിച്ചു നോക്കാം. ഒരു ബീക്കറിൽ ശുദ്ധജലം എടുക്കുക. ഒരു അർദ്ധധാര്യ സ്തരം, അതായത് മുട്ടയുടെ സ്തരം, അല്ലെങ്കിൽ അതായത് മുട്ടയുടെ തോട് പൊളിക്കുമ്പോൾ നമുക്ക് കാണത്തില്ലേ ഒരു വെള്ള പോർഷൻ, അതാണ് മുട്ടയുടെ സ്തരം. മുളന്തണ്ട് പൊട്ടിച്ചാൽ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന സ്തരം, അത് ഒരു വെളുത്ത കളറിലാണ് കാണപ്പെടുന്നത്. നമ്മളിത് സ്കൂളിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അടിയിൽ കെട്ടി ഉറപ്പിച്ച ഒരു ഗ്ലാസ് ട്യൂബിൽ കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കുക. ഇത് ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ച് ബീക്കറിൽ ജലത്തിൽ വയ്ക്കുക. കണ്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. ജലത്തിന്റെയും ഗ്ലാസ് ട്യൂബിലെ ലായനിയുടെയും നിരപ്പ് തുല്യമായി ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കണം. 1-2 ദിവസങ്ങൾ കൊണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിരപ്പ് ട്യൂബിൽ ഉയരുന്നത് കാണാം. അപ്പോൾ ജലം ഗാഢത കൂടിയ കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് പ്രവേശിച്ചതാണ് അതിന് കാരണമെന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരി, ചില ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും ഭക്ഷ്യവസ്തുക്കളിൽ വളരുന്നത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകും. ഇത് തടയാൻ ലോകാരോഗ്യ സംഘടന 5 സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നു. എന്തൊക്കെയാണ്? ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി വൃത്തിയാക്കുക. പാചകം ചെയ്തവയും ചെയ്യാത്തവയും തരംതിരിച്ച് സൂക്ഷിക്കുക. ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിൽ പാചകം ചെയ്യുക. സുരക്ഷിത താപനിലയിൽ സൂക്ഷിക്കുക. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കുക. ശരി, നോക്കിക്കേ, ചക്കയുടെ മാഹാത്മ്യം. പോഷക ഘടകങ്ങളാണ്. 100 ഗ്രാം ചക്കയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളും അവയുടെ അളവുമാണ് ഈ ഒരു ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കൊഴുപ്പുണ്ട്, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, സോഡിയം ഉണ്ട്, കാൽസ്യം, പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം, മാംഗനീസ്. അപ്പോൾ അവയുടെ അളവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ചക്കയുടെ ചിത്രമായി കാണിച്ചേക്കുന്നത് കണ്ടോ. ഓക്കെ, നോക്കിക്കേ, മാങ്ങയും ചക്കയും സൂക്ഷിച്ചു വെക്കുന്ന വിവിധ രീതികളാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? ഉണങ്ങി സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്നത്, കടുമാങ്ങ, മാങ്ങ അച്ചാറ്, ജാം, സ്ക്വാഷ്, മാങ്ങ തെര.
അപ്പോൾ മാങ്ങാത്തര എന്താന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പഴുത്ത മാങ്ങയുടെ ചാറ് പിഴിഞ്ഞെടുത്ത് പരന്ന മുറത്തിലൊഴിച്ച് വെയിലത്ത് ഉണക്കി എടുക്കുന്നു. 4-5 ദിവസം ഇതേ പ്രവർത്തനം ആവർത്തിക്കുന്നു. മുറത്തിൽ അല്പം കട്ടിയിൽ മാങ്ങാച്ചാർ ഉണങ്ങി കിടക്കും. നന്നായി ഉണക്കിയ ശേഷം മുറത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എന്താണ്? ചക്കയെക്കുറിച്ച് പറയുകയാണ്. ചക്ക എങ്ങനെയൊക്കെ സൂക്ഷിക്കാം? ചക്കച്ചുള മുറിച്ച് ഉണക്കി സൂക്ഷിക്കാം. അതുപോലെ തന്നെ പഴുത്ത ചക്ക വരട്ടി സൂക്ഷിക്കാം. ചക്ക പപ്പടം, ചക്ക വറുത്തത്, ചക്ക ജാം. ഈ തരത്തിലൊക്കെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ നാം പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കിക്കേ, പൈനാപ്പിൾ ജാം തയ്യാറാക്കുന്ന ഒരു രീതി പറഞ്ഞിട്ടുണ്ട്. പുറന്തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ 1 കിലോ പൈനാപ്പിൾ അരച്ചെടുത്ത് വേവിച്ച് കുറുക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് എന്ത് ചെയ്യണം? 50 ഗ്രാം പഞ്ചസാര ചേർത്ത് 10 മിനിറ്റ് ഇളക്കുക. അല്പം തണുത്തതിന് ശേഷം 1 സ്പൂൺ നാരങ്ങാ നീര് ചേർക്കുക. പൈനാപ്പിൾ ജാം റെഡി. അടുത്തത് പാസ്ചറൈസേഷൻ ആണ്. എന്താണ് പാസ്ചറൈസേഷൻ? പാൽ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത്. 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാൽ ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകുന്നു. അങ്ങനെ അവ നശിക്കുന്നു. ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഈ രീതി ആവിഷ്കരിച്ചത് ആരാണ്? ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ലൂയി പാസ്റ്റർ. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ചിത്രവത ഇവിടെ കാണിച്ചേക്കുന്നത് ലൂയി പാസ്റ്റർ. കടലിൽ നിന്ന് അടുക്കളയിലേക്ക്. നമുക്ക് പ്രിയപ്പെട്ട ഒന്നാണ് കടൽ മത്സ്യങ്ങൾ അല്ലേ? അപ്പോൾ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? കരയിൽ എത്തുന്നത്. അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മത്സ്യം എത്തുന്നതിന് വീണ്ടും സമയം എടുക്കത്തില്ലേ? അപ്പോൾ ഇത്രയും ദിവസം മത്സ്യം കേടുകൂടാതെ എങ്ങനെയാ സൂക്ഷിക്കുന്നത്? നോക്കിക്കേ, വലിയ ശീതീകരണികൾ ഉപയോഗിച്ചാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം, മാംസം തുടങ്ങിയവ കേടുകൂടാതെ സൂക്ഷിക്കുന്നത്. ദാ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ശീതീകരണികളിൽ നിന്ന് പുറത്തെടുത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മത്സ്യം ഇട്ടുവെച്ച പെട്ടികളിൽ ഐസ് കട്ടകൾ വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഐസ് നിർമ്മിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യുകയാണ്? അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നുണ്ട്. അമോണിയം ക്ലോറൈഡ് നമ്മുടെ ആമാശയത്തിൽ എത്തുന്നത് ദോഷകരമാണ്. അതിനാൽ മത്സ്യം വാങ്ങിയ ഉടനെ തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകണം. അപ്പോൾ മത്സ്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഐസിൽ ചേർക്കുന്ന അമോണിയം ക്ലോറൈഡ് ശരീരത്തിനകത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശ്വാസകോശ രോഗങ്ങൾക്കും ഉദര രോഗങ്ങൾക്കും കാരണമാകും. കോശങ്ങൾ നശിക്കാനും സാധ്യതയുണ്ട്. അമോണിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിക്കും. ഭക്ഷ്യവസ്തുക്കൾ നന്നായി കഴുകി ഉപയോഗിക്കുന്നത് ഇത്തരം രാസവസ്തുക്കളെ ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അത് വൃത്തിയാക്കിയ ശേഷം കഴുകുന്നതിന് മുന്നേ என்ன ചെയ്യണം? നമ്മൾ അത് വാങ്ങിച്ച ഉടനെ തന്നെ നല്ലപോലെ വെള്ളത്തിൽ കഴുകിയ ശേഷം വൃത്തിയാക്കുക. അതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി നോക്കിക്കേ, പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവ പ്രാണികൾ നശിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യാറുണ്ട്? കീടനാശിനി പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ കീടനാശിനി ശരീരത്തിനകത്ത് എത്തുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇത് തടയാൻ എന്ത് ചെയ്യണം? പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകണം. അതുപോലെ തന്നെ ഏലം, ജീരകം, കടുക് തുടങ്ങിയവ നമ്മൾ കഴുകാറില്ലല്ലേ സ്വാഭാവികമായിട്ടും. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? അത് കഴുകി ഉണക്കിയെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതൊക്കെ ഞങ്ങൾ കഴുകി ഉണക്കിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഏലം, ജീരകം, കടുക് എന്നിവ നമ്മൾ എന്ത് ചെയ്യണം? കഴുകി നല്ലപോലെ ഉണക്കിയെടുക്കണം. ഉണക്കിയില്ലെങ്കിൽ അത് വേഗം ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ ഇത് ഉണക്കി വേണം ഉപയോഗിക്കാൻ. ഏലത്തിനകത്തൊക്കെ നല്ലപോലെ വിഷമുണ്ട്. ഓക്കെ, അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കഴുകി ഉപയോഗിക്കുന്നത് നമുക്ക് ഗുണകരമായ കാര്യമാണ്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കഴുകി ഉപയോഗിക്കുന്നത് പോലെ ഇത്തരം സുഗന്ധദ്രവ്യങ്ങളും കഴുകി ഉണക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മളത് ഉണക്കിയെടുക്കാനുള്ള പ്രയാസം കാരണം അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അതൊക്കെ നമ്മൾ ഉണക്കി ഉപയോഗിക്കണം, കഴുകി ഉണക്കി ഉപയോഗിക്കണം. ഓക്കെ, വായു കടക്കാതെ. ഈ കുട്ടി എന്താ പറയുന്നത്?
ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിയിട്ട് 3 ദിവസമായി. ബാക്കി വന്ന ബ്രെഡിൽ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും നിറയെ പൂപ്പൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര വേഗം കേടുവന്നത്? നോക്കിക്കേ, പാക്കറ്റിൽ നിന്ന് ഒരു കഷ്ണം ബ്രെഡ് പുറത്തെടുത്ത് 2 ദിവസം നമ്മൾ എന്തോ ചെയ്യണം? വെളിയിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? അതിൽ നിറയെ പൂപ്പൽ വന്നേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ എവിടെ കൂടാ പൂപ്പൽ വന്നത്? വായുവിൽ കൂടിയാണ് ഈ പൂപ്പലിന് കാരണമായ രേണുക്കൾ ബ്രെഡിൽ എത്തിയത്. പൊട്ടിച്ച പാക്കറ്റിലെ ബ്രെഡ് വേഗത്തിൽ കേടായത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ പാക്കറ്റുകളിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? വായു കടക്കാത്ത വിധം പായ്ക്ക് ചെയ്യുന്നു. അതിനുദാഹരണമാണ് ബിസ്ക്കറ്റ്, ബ്രെഡ് തുടങ്ങിയവ. വായു നീക്കം ചെയ്ത് പായ്ക്ക് ചെയ്യുന്നു. അതിനുദാഹരണമാണ് ബദാം, കശുവണ്ടിപ്പരിപ്പ് തുടങ്ങിയവ. പായ്ക്ക് ചെയ്ത ശേഷം അണുവിയുക്തമാക്കുന്നു. അതിനുദാഹരണമാണ് ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കൾ. നോക്കിക്കേ, ടിന്നിലടച്ച് കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യ്, ജാമ, അച്ചാറുകൾ എന്നിവ എത്ര ഭദ്രമായാണ് അതിന്റെ കുപ്പികളിൽ സൂക്ഷിച്ചിരിക്കുന്നത്? നോക്കിക്കേ, സൂക്ഷ്മജീവികൾ ഭക്ഷ്യവസ്തുക്കളിലേക്ക് എത്തുന്നത് തടഞ്ഞാൽ കുറെ കാലം അവ കേടുവരാതെ സൂക്ഷിക്കാം. ഭക്ഷ്യവസ്തുക്കള് കേടുവരാതെ സൂക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലേ, ദീർഘകാലം വെച്ചേക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ നോക്കിക്കേ, പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ അതിൽ ചേർക്കുന്ന വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ കാലത്തിന് നമുക്ക് ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചേർക്കണം? പ്രിസർവേറ്റീവ് ചേർക്കണം. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? ഉപ്പുലായനി, പഞ്ചസാര ലായനി, എണ്ണ, വിനാഗിരി. ഇതൊക്കെ എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇനി നോക്കിക്കേ, ഇവയെല്ലാം എന്താണ്? പരമ്പരാഗത പ്രിസർവേറ്റീവുകളാണ്. ഇതെല്ലാം എന്താണ്? പരമ്പരാഗത പ്രിസർവേറ്റീവുകളാണ്. എന്നാൽ ഇതിന് പുറമെ എന്തുണ്ട്? കൃത്രിമ രാസവസ്തുക്കളുണ്ട്. അപ്പോൾ ഇതിന് പുറമെ നമ്മൾ കൃത്രിമ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് സോഡിയം ബെൻസോയേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം സൾഫേറ്റും. ഇനി നോക്കിയാൽ മായം ചേർക്കൽ. ഇവിടെ 2 പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ എന്താ പറയുന്നത്? മായം ചേർത്ത അരിപ്പൊടി പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധ, 3 പേർ ആശുപത്രിയിൽ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ആഹാര പദാർത്ഥങ്ങളിൽ മായം ചേർക്കുകയാണ് അല്ലേ? അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോക്കിക്കേ, ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ മറ്റു വസ്തുക്കൾ കലർത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? മായം ചേർക്കൽ എന്ന് പറയുന്നത്. പാലിൽ വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർക്കുന്നതാണ് എന്ത്? പാലിൽ മായം ചേർക്കുന്നതിന് ഉദാഹരണം. മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയിൽ പുളിങ്കുരുവിന്റെ തോട് പൊടിച്ച് ചേർക്കുന്നതും മായം കലർത്താൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് കുരുമുളക് അല്ലേ? ഉണങ്ങിയ കുരുമുളക് വാങ്ങിക്കുമ്പോൾ അതിലെന്താണ്? ഓമയ്ക്കയുടെ കുരു എന്ത് ചെയ്യാറുണ്ട്? പപ്പായയുടെ കുരു ഉണക്കിയൊക്കെ ഇടാറുണ്ട്. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുന്നതും മായം ചേർക്കലായി കണക്കാക്കാം. ഇപ്പൊ നമ്മളിത് സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ് അല്ലേ? അതുകൊണ്ടാണ് നമുക്കൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിനിടെ പറയുന്നത് നോക്കാം. ഭക്ഷ്യവസ്തുക്കളിൽ ഇപ്രകാരം മായം ചേർക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. നോക്കിക്കേ, ഭക്ഷ്യവസ്തു മായം ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളാണ് പറഞ്ഞേക്കുന്നത്. കുരുമുളക് അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉണങ്ങിയ പപ്പായ കുരു അല്ലെങ്കിൽ മിനറൽ ഓയിൽ കോട്ടിങ് ഉണ്ടാകാനിടയുള്ള പ്രശ്നം എന്താണ്? ഉദരത്തിന് അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്, കരൾ സംബന്ധമായ രോഗം ഉണ്ടാവാറുണ്ട്. പിന്നെ പരിപ്പ് മായം കേസരിപ്പരിപ്പ് ചേർക്കാറുണ്ട്. അത് നാഡീസ്തംഭനത്തിന് കാരണമാകാറുണ്ട്. പാല്, ജലം അല്ലെങ്കിൽ സ്റ്റാർച്ച്, അന്നജം കൊഴുപ്പോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഗുണനിലവാരം കുറവായിരിക്കും. പിന്നെ മുളക് പൊടിയിൽ എന്താണ്? ഇഷ്ടികപ്പൊടിയാണ് ചേർക്കാറുള്ളത്. നമ്മളിപ്പോൾ കാണാറില്ലേ മുളക് പൊടിയിലൊക്കെ കളറൊക്കെ ഇട്ടൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇഷ്ടികപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്. അത് ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. പഞ്ചസാരയിൽ ചോക്ക് പൗഡർ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ റവ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ നേർത്ത മണൽ ചേർക്കാറുണ്ട്. ഇത് ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. തേയിലയിൽ കൃത്രിമ ചായം ചേർക്കാറുണ്ട്. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് അത് കാരണമാകാറുണ്ട്. അപ്പം നമ്മൾ തേയിലയൊക്കെ വാങ്ങിച്ചിട്ട് എന്താണ് ജലത്തിൽ ഇട്ട് വെക്കുമ്പോൾ അപ്പം തന്നെ കളർ സ്പ്രെഡ് ആവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അത് യഥാർത്ഥമായിട്ടുള്ളതാണോ കൃത്രിമമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കിക്കേ, ഭക്ഷ്യവസ്തുക്കളും അതിൽ ചേർക്കുന്ന മായവും അത് കണ്ടെത്തുന്ന മാർഗമാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ടേബിൾ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, നോക്കിക്കേ, ഐസ്ക്രീമിൽ വാഷിംഗ് പൗഡർ ചേർക്കാനുണ്ട്. എങ്ങനെ തിരിച്ചറിയാം? നാരങ്ങാ നീര് ഐസ്ക്രീമിൽ ചേർക്കുമ്പോൾ വായു കുമിളകൾ ഉണ്ടാകുന്നു.
മുളക് പൊടി, ഇഷ്ടികപ്പൊടി ചേർക്കാറുണ്ട്. വെള്ളത്തിലിടുമ്പോൾ എന്ത് ചെയ്യും? മുളക് പൊടി സാവധാനത്തിലാണ് അടിയുന്നത്. ഇഷ്ടികപ്പൊടി എങ്ങനെയാണ്? വേഗം അടിയുന്നു. ചായപ്പൊടിയിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇരുമ്പ് തരികൾ ചേർക്കാറുണ്ട്. അതെന്തിനാണ്? കൂടുതൽ ഭാരം ലഭിക്കാനാണ്. അപ്പോൾ കൃത്രിമ നിറമാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? നനഞ്ഞ പേപ്പറിൽ അല്പം ചായപ്പൊടി വിതറുമ്പോൾ നിറം എന്ത് ചെയ്യും? വേഗം സ്പ്രെഡ് ആകും. ഓക്കെ. ഇരുമ്പ് തരിയാണെങ്കിൽ കാന്തം കാണിക്കുമ്പോൾ ഇരുമ്പ് തരികൾ വേർതിരിയുന്നതായിട്ട് കാണാം. മഞ്ഞൾപ്പൊടിയിൽ മെറ്റാനിലാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലർത്തി ഒരു തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. വയലറ്റ് നിറം ഉണ്ടാകുന്നു. വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോഴും വയലറ്റ് നിറം നിലനിൽക്കുന്നു എങ്കിൽ മെറ്റാനിൽ യെല്ലോയുടെ സാന്നിധ്യം ഉറപ്പിക്കാം. അടുത്തത് നെയ്യ്. നെയ്യിൽ ചേർക്കുന്നത് വനസ്പതിയാണ്. നമ്മൾ വനസ്പതി നെയ്യ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ പേര്. നോക്കിക്കേ, നെയ്യിൽ ചേർക്കുന്നത് മായം വനസ്പതിയാണ്. 1 സ്പൂൺ ഉരുകിയ നെയ്യ് ടെസ്റ്റ് ട്യൂബിലെടുത്ത് തുല്യ അളവ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. 1 നുള്ള് പഞ്ചസാര ചേർത്ത് നന്നായി കുലുക്കി അല്പസമയം വെക്കുക. അടിവശത്ത് ചുമപ്പ് നിറം ഉണ്ടായാൽ എന്താണ്? വനസ്പതിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ഇനിയും ധാന്യപ്പൊടി. ധാന്യപ്പൊടിയിൽ ഉമിപ്പൊടി ചേർക്കാറുണ്ട്. ഉമി ജല ഉപരിതലത്തിൽ എന്തോ ചെയ്യും? പൊങ്ങി കിടക്കും. ഇനിയും ജീരകം. ജീരകത്തില് പുൽവിത്ത് ചേർക്കാറുണ്ട്. പുല്ലിലുണ്ടാകുന്ന വിത്തില്ലേ, കണ്ട ജീരകം പോലെ ഇരിക്കും, അത് ചേർക്കാറുണ്ട്. മണത്ത് നോക്കി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നോക്കിക്കേ, തേന്. നമുക്ക് തേൻ കഴിക്കുമ്പോൾ അതിനകത്തെ മായം മനസ്സിലാവും അല്ലേ? ചിലപ്പോൾ ശർക്കരപ്പാനിയുടെ രുചി തോന്നാറുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ കലക്കി വെച്ച പോലെ തോന്നാറുണ്ട് അല്ലേ? നോക്കിക്കേ, ശർക്കര ലായനി നിറം നൽകുന്ന സസ്യക്കറിയാണ് തേനിനകത്ത് മായമായിട്ട് ചേർക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം ചേർക്കാറുണ്ട്. എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഡ്രോപ്പർ ഉപയോഗിച്ച് ഒരു തുള്ളി തേൻ ഗ്ലാസ്സിലെ ശുദ്ധജലത്തിൽ ഒഴിക്കുക. ശുദ്ധമായ തേനാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിക്കാതെ താഴ്ന്നു പോകുന്നത് കാണാം. ശർക്കര ലായനി അല്ലെങ്കിൽ സസ്യക്കറി ആണെങ്കിൽ അത് വെള്ളത്തിൽ നിറം വ്യാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വെള്ളമാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കോട്ടൺ തിരി തേനിൽ മുക്കി കത്തിക്കുക. എളുപ്പം കത്തുന്നില്ല, അല്ലെങ്കിൽ കത്തുമ്പോൾ ചെറിയ പൊട്ടിത്തെറി ശബ്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയിൽ ചേർക്കാൻ സാധ്യതയുള്ളത് ചാണകപ്പൊടി, അറക്കപ്പൊടിയാണ്. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മല്ലിപ്പൊടി ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലിടുക. ശുദ്ധമായ മല്ലിപ്പൊടിയാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് താണു പോകും. ചാണകപ്പൊടിയോ അറക്കപ്പൊടിയോ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് വെള്ളത്തിന് മുകളിൽ നിൽക്കും. ഇനി പാലിൽ വെള്ളം ചേർക്കാറുണ്ട്. എങ്ങനെ തിരിച്ചറിയാം? ഒരു ഗ്ലാസ് സ്ലൈഡിൽ ഒരു തുള്ളി പാലൊഴിക്കുക. സ്ലൈഡ് ചരിച്ച് പിടിച്ച് ഒഴുകാൻ അനുവദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒഴുകുന്നതിന്റെ സ്വഭാവവും പാലിന്റെ ഗ്ലാസ്സിലുള്ള ഒട്ടൽ ശേഷിയും നോക്കി ജല അളവ് കണ്ടെത്താൻ കഴിയും. ഇനിയും മട്ട അരി അല്ലെങ്കിൽ ചെമ്പാവരി. റെഡ് ഓക്സൈഡ് എണ്ണ. നോക്കിക്കേ, റെഡ് ഓക്സൈഡും എണ്ണയും ചേർത്തിളക്കി വെള്ള അരിയെ മട്ട അരിയാക്കി മാറ്റുക. അപ്പൊ അങ്ങനെയാണ് അത് വിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ അരി കഴുകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കളർ ഒട്ടുന്നതാണ്, അല്ലെങ്കിൽ ആ വെള്ളം മൊത്തം എന്തായിരിക്കും? ഭയങ്കര കളറായിരിക്കും അല്ലേ? കഴുകി വരുമ്പോഴത്തേന് അരി എന്താകും? വെളുത്തിരിക്കും അല്ലേ? അങ്ങനെ വിൽക്കാറുണ്ട്. നോക്കിക്കേ, അല്പം അരി ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കണം. നിറം നഷ്ടപ്പെട്ട് പൂർണ്ണമായും വെളുത്ത അരിയാകുന്നെങ്കിൽ മായം ചേർത്തിട്ടുണ്ട്. മട്ടരിക്കൊക്കെ വില കൂടുതലല്ലേ, അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. നോക്കിക്കേ, കണ്ടറിയാം, മണത്തറിയാം. വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന കറി പൗഡർ, ധാന്യങ്ങൾ എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. വീട്ടിലുണ്ടാക്കുന്ന പൊടികളും വാങ്ങി ഉപയോഗിക്കുന്ന പൊടികളും ശേഖരിച്ച് താരതമ്യം ചെയ്ത് നോക്കൂ. ഏതെല്ലാം രീതിയിൽ ഉപയോഗിച്ച് താരതമ്യം ചെയ്യാം? എങ്ങനെയാണ്? പേപ്പറിൽ പരത്തി വെച്ച് നിറം താരതമ്യം ചെയ്യാം. 2 ഗ്ലാസ്സുകളിൽ വെള്ളം എടുക്കുക. പരിശോധനയ്ക്കായുള്ള പൊടികൾ ഓരോ ഗ്ലാസ്സിലും ഇട്ട് നന്നായി ഇളക്കുക. അടിയുന്നതിലുള്ള വ്യത്യാസം, നിറവ്യത്യാസം എന്നിവ പരിശോധിക്കാം. പിന്നെങ്ങനെയാണ്? ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം, നമ്മൾ പൊടിപ്പിക്കുന്നതും കടയിൽ നിന്ന് വാങ്ങിച്ച് പൊടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ? കളറിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാം മായവ ചേർക്കുന്നത്, അതുകൊണ്ടാണ് നമുക്കിന്ന് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നത്. നോക്കിക്കേ, പാലിന്റെ ഗുണനിലവാരം. പാലിൽ ഏതെല്ലാം തരത്തിലുള്ള വസ്തുക്കൾ കലർത്താറുണ്ട്? വെള്ളം ചേർക്കാറുണ്ട്. കൊഴുപ്പ് കൂട്ടുന്നതിന് അന്നജം ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കാറുണ്ട്. നോക്കിക്കേ, പാലിൽ ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. പാൽ സൊസൈറ്റികളിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, പാലില് വെള്ളം ചേർത്തിട്ടുണ്ടോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഒന്നില് ശുദ്ധമായ പാലെടുക്കണം, ഒന്നില് ശുദ്ധമായ വെള്ളം എടുക്കണം, മൂന്നാമത്തേതില് എന്ത് ചെയ്യണം? പാലും വെള്ളവും ചേർത്ത് മിശ്രിതം എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതില് ലാക്ടോമീറ്റർ വെച്ച്
ഇതിന്റെ റീഡിങ് നോക്കണം. അപ്പോൾ ലാക്ടോമീറ്റർ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് ഏറ്റവും ഉയർന്നു നിന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് അത് പാലിലായിരിക്കും അല്ലേ? പാലിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ താഴ്ന്നു കിടക്കുന്നത് വെള്ളത്തിലായിരിക്കും. വെള്ളത്തിലായിരിക്കും അതിന്റെ റീഡിങ് 0 ആയിരിക്കും. 0 റീഡിങ് ആയിരിക്കും. പാലിലാണെങ്കിൽ ഒരു 30 തൊട്ട് 32 റീഡിങ് വരേണ്ടത്. കറക്റ്റ് പ്യുവർ മിൽക്ക് ആണെങ്കിൽ 30 ആയിരിക്കും അതിന്റെ റീഡിങ് വരുന്നത്. പിന്നെ പാലും വെള്ളവും ചേർത്ത ടെസ്റ്റ് ട്യൂബിൽ ലാക്ടോമീറ്റർ എങ്ങനെയായിരിക്കുന്നത്? അത് കറക്റ്റ് വെള്ളമല്ല, കറക്റ്റ് അതായത് പ്യുവർ വാട്ടറിലേക്കും പോകത്തില്ല, പ്യുവർ എന്തായിട്ടും പോകത്തില്ല, മിൽക്കായിട്ടും പോകത്തില്ല. അതിന്റെ ഒരു മധ്യത്തിൽ ഒരു 15 റീഡിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ നമുക്ക് ലാക്ടോമീറ്റർ ഉപയോഗിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കറക്റ്റ് പാലാണെങ്കിൽ 32 ആയിരിക്കും അതിന്റെ റീഡിങ് കാണിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, പാലിൽ അന്നജം ചേർത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്താം? അതിനാണ് അയഡിൻ പരിശോധന. എന്ത് ചെയ്യണം? ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 മില്ലി പാലെടുത്ത് അതിലേക്ക് 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുക. ഇവിടെ അയഡിന്റെ ചിത്രമായി കാണിച്ചേക്കുന്നത്. ഇനി എന്താ പറയുന്നത്? എന്ത് മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്? ലായനിയുടെ നിറം എങ്ങനെയാകും? ഇരുണ്ട നീലയാണെങ്കിൽ ധാരാളം അന്നജം കലർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നത് ഒരു സാമൂഹ്യ വിപത്താണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആഹാരങ്ങളിൽ മായം കലർത്തുമ്പോൾ അത് എന്താണ്? മനുഷ്യജീവന് തന്നെ ആപത്തുണ്ടാക്കുകയല്ലേ. അപ്പോൾ ഇന്ന് മനുഷ്യരെ പരസ്പരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഇത് പഠിച്ചു വെക്കണം, എക്സാമിന് വരുന്നയാ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ നിയമം 2006 പ്രാബല്യത്തിൽ വന്നു. 2011 ഈ നിയമം പരിഷ്കരിച്ചു. എക്സാമിന് ചോദിക്കും ഈ വർഷം, അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കണം. 2011 പരിഷ്കരിച്ചു. നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2006 ഭക്ഷ്യസുരക്ഷാ നിയമത്തിനും അനുബന്ധ ചട്ടങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കണം, ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI. നമ്മൾ ഏത് ഫുഡ് വാങ്ങിച്ചാലും അതിൽ ആ ഒരു എംബ്ലമൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്താണ്? ലൈസൻസ് ഉണ്ടെങ്കിൽ കടകളൊക്കെ പ്രവർത്തിക്കാവൂ അല്ലേ. ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന കടകൾക്ക് എന്താണ്? ലൈസൻസ് ഉണ്ടാവണം. പിന്നെ കൊതിപ്പിക്കുന്ന നിറങ്ങൾ, ആകൃതിയും നിറവും ഭക്ഷ്യവസ്തുക്കളെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് അല്ലേ. പല രാസവസ്തുക്കളും നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്നുമുണ്ട്. പാചകം ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവിലും നിറം നൽകുന്നതിനുള്ള കൃത്രിമ രാസവസ്തുക്കൾ ചേർക്കരുത്. നോക്കിക്കേ, ബേക്കറി ഇനങ്ങളിലാണ് സാധാരണ ഇത്തരം രാസവസ്തുക്കൾ ചേർക്കാറുള്ളത്. എല്ലാവർക്കും ബേക്കറി പലഹാരങ്ങളല്ലേ ഇഷ്ടം. അപ്പോൾ അത് എന്താണ്? മാക്സിമം ഒഴിവാക്കണം. അനുവദനീയമായതിലും കൂടുതൽ അളവിൽ ഇവ ചേർക്കുന്നതും ഇവയുടെ നിരന്തരമായ ഉപയോഗവും കരൾ, കിഡ്നി എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കും. നോക്കിക്കേ, നിശ്ചിത അളവിൽ അനുവദനീയമായ രാസവസ്തുക്കൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അതായത് നിശ്ചിത അളവിൽ ഇത് ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? നിറം പറഞ്ഞിട്ടുണ്ട്, ചുമപ്പ, മഞ്ഞ, നീല, പച്ച. ഈ നിറങ്ങളൊക്കെ കൊടുക്കുന്നതിനും ഏത് രാസവസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെന്നാ. ചുമപ്പ് കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി 4R. മഞ്ഞ ടാട്രാസിൻ, സൺസെറ്റ് യെല്ലോ. നീല ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻ ബ്ലൂ. പച്ച ഫാസ്റ്റ് ഗ്രീൻ. അപ്പോൾ ഈ ഒരു ടേബിൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം, എക്സാമിന് ഇതും വരാറുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഇതാണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം എങ്ങനെ ഉറപ്പുവരുത്താം? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI എന്ന ഏജൻസിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, അഗ്മാർ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി എന്നതിനുള്ള മുദ്രയാണിത്. എന്താണ് അതിന്റെ ചിഹ്നം കാണിച്ചേക്കുന്നത്? കണ്ടോ? അപ്പോ നമ്മൾ ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റുകളോ ടിന്നുകളോ ഒക്കെ പരിശോധിച്ചാൽ ഇതുപോലത്തെയൊക്കെ ചിഹ്നങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ ഗുണനിലവാരമുള്ളതാണോ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് മാത്രം വാങ്ങിക്കണം കേട്ടോ. ഓക്കെ, പാക്കറ്റുകളിലെ വിവരങ്ങൾ നോക്കിക്കേ. ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം. എങ്ങനെയാണ്? ഗുണനിലവാരം സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ടോ? പാക്ക് ചെയ്ത തീയതി, കാലഹരണ തീയതി എന്നിവയുടെ സൂചനകളുണ്ടോ? അത് നിർബന്ധമായിട്ടും നോക്കണം. നമ്മൾ കഴിച്ച ടേസ്റ്റ് വ്യത്യാസം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കുന്നത് അല്ലേ? പക്ഷേ ഇത് വാങ്ങിക്കുമ്പോഴേ നോക്കണം. പിന്നെന്താണ്? ഘടക വസ്തുക്കളുടെ അളവുകൾ സൂചിപ്പിച്ചിട്ടുണ്ടോ? അത് ഏറെക്കുറെ ചില പാക്കറ്റുകളിൽ കാണാറുണ്ട്. ലോക്കലായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനകത്തൊന്നും കാണാറില്ല അല്ലേ? അവർക്ക് ലൈസൻസ് പോലും ഉണ്ടാവാറില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നിർമ്മാതാക്കളുടെ പേര്, വിവരങ്ങൾ, പരമാവധി വില എന്നിവ ഉണ്ടോ എന്ന് നോക്കണം. സസ്യേതര വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദണ്ട് ഇതുപോലെ നോൺ വെജിറ്റേറിയൻ ആണോ, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആണോ എന്നുള്ള ഈ എംബ്ലം ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുണനിലവാരമുള്ള വസ്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ, പായ്ക്ക് ചെയ്ത തീയതി അല്ലെങ്കിൽ കാലഹരണ തീയതി ഒക്കെ നോക്കണം. ഇൻഗ്രീഡിയൻസ് നോക്കണം. നിർമ്മാതാക്കളുടെ പേരുകൾ, പരമാവധി വില MRP മസ്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ സസ്യേതര വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ അടയാളമുണ്ടോന്ന്, അതായത് ഇതായി കാണിച്ചേക്കുന്ന ചിഹ്നം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.